അപ്പൊ ഇന്ന് കെട്ടിയൊരുങ്ങി എങ്ങട്ടാന്നല്ലേ നമുക്കൊരു കല്യാണം ഉണ്ട്. ആരുതാന്ന് വെച്ചാ ഈ കാണുന്ന ഓളതല്ല, ഓളക്കാക്കാന്റെ അല്ലേ. ഓള് വലിയ മെയിനായിട്ട് ഫസ്റ്റ് ടൈം ലെൻസ് ഒക്കെ വെച്ച് രസമുണ്ടോ ഒരു 10,000 വട്ടം ഞങ്ങളോട് ചോദിച്ചോണ്ടിരിക്കുകയാണ്. രസമൊക്കെ ഉണ്ടല്ലേ, എവിടെ പോലെ നമ്മള് മീനെന്താ അപ്പൊ നമ്മളെ പണിക്ക് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ജ്യൂസും പിന്നെ ഐസും പിന്നെ പലതരം ചായക്ക് ഉണ്ടായിന്. അതൊന്നും ഞങ്ങൾ അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാനാണ് കയറിയത്. അവിടെ മന്തി ബിരിയാണി ഒക്കെ ഉണ്ടായിന്. ഞങ്ങൾ മന്തിയാണ് പറഞ്ഞത്. ഇന്റെ അപ്പുറത്തിരിക്കുന്ന ഫ്രണ്ടും ഞാനും കൂടി പ്ലാൻ ഇട്ടിട്ട് ഈ ബിരിയാണിക്കും ഞാൻ മന്തിയൊക്കെ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ടും ടേസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഓളെ പാത്രത്തിൽ കുറച്ച് കൈയിട്ട് വാരി കഴിച്ച്. പിന്നെ ഇത് നമ്മളിടയിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സ്ഥിരം കഴിച്ചാണ്. ഒരാൾ പൈപ്പ് ഉറക്കും, അതിന് കൈയിടാൻ കുറേ കൈയാൾ വരും. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും എന്നെ പോലെ നല്ല മടിയില്ലാത്ത കുട്ടികൾ അവിടെ നിന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ സ്റ്റേജിന്റെ മുന്നിൽ പോയി കുറേ നേരം തൊള്ളി വിളിച്ച് അങ്ങനെ ഒരാളതായിട്ട് മെഹന്തിക്കുള്ളാവോന്ന് വെച്ചിട്ട് കുറേ നേരമായി കയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു. പിന്നെ നമ്മള് ബ്രൈഡിന്റെയും ഗ്രൂമിന്റെ ഒക്കെ എൻട്രി ആയിരുന്നു. ഇവിടെ ഒരാളെ നാണൊക്കെ കണ്ട നമുക്ക് തോന്നുന്നു ഓളെ കല്യാണാണ് എന്താലേ. പിന്നെ കുറച്ച് ക്യൂർനെസ് ഒക്കെ വാരിയേറിയുണ്ട്. അങ്ങനെ നമ്മള് ഗ്രൂം ക്യാമറമാൻമാരെ നിർദ്ദേശപ്രകാരം ബ്രൈഡ് എങ്ങനെ കിടന്ന് കറക്കുന്നുണ്ട്. പാവം തർത്ത കറക്കലങ്ങോട്ട് കഴിഞ്ഞത് കിട്ടണില്ല. ഇനി താത് മതി മതി എന്നാണ് അവ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങോട്ട് കുറവാണ്ട, അതങ്ങോട്ട് ഇടാം. അവിടെ കുറച്ചു നേരം നിന്നിട്ട് നമ്മൾ നേരെ ഇന്ത്യമാൾക്കാണ് പോയത്. അവിടെ അടുത്ത് തന്നെയാണ് ഇന്ത്യമാൾ. ഇപ്പൊ അതുവരെ പോയിട്ട് ഇന്ത്യമാൾ കയറിയിട്ടില്ലെങ്കിൽ ഒരു മോശമല്ലേ. പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും വെറുതെ നോണിയും പറഞ്ഞിരിക്കാൻ നല്ല രസമല്ലേ. കുറച്ചേരം ഇങ്ങനെ തെണ്ടി തിരിഞ്ഞപ്പോ ഫുഡ് കോർട്ടിന്റെ അവിടെ എത്തിയപ്പോ ഒരു വലിവ്. പിന്നെ ഒന്നും നോക്കില്ല, ഒരു ജ്യൂസ് അങ്ങോട്ട് ഓർഡർ ചെയ്ത്. സംഭവം കണ്ട രസം മാത്രമേ ഉള്ളൂ, അത് കുടിച്ചു തീർക്കാൻ പറ്റിയ പാടെ ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ മഞ്ചേരി സെലിബ്രിറ്റി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് നമ്മളെ സ്വന്തം സാഫ. മോളോട് ഇരുന്നാണ്ട് ഇങ്ങനെ തള്ളി മറിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ മാക്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. സഫു കുറച്ച് ഡ്രസ്സ് നോക്കാനെന്ന് പറഞ്ഞ് കയറിയതാണ്. അങ്ങനെ ഓള് നോക്കി ഒരു ഡ്രസ്സ് ഞങ്ങൾ സെലക്ട് ചെയ്തു. പിന്നെ നമ്മള് കുറെ നേരം അങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ പുറത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ പിന്നെ ഓളോളം മാപ്പിളിന്റെ ഒപ്പം കയറിപ്പോയി. അങ്ങനെ പിന്നെ ഞാനും ഇതൊരു വേറെ ഫ്രണ്ടും ഉണ്ടായിന്. ഞാനോളും കൂടി ഞാൻ നോട്ട്ബുക്ക് വാങ്ങിയിരുന്നു. പക്ഷെ അത് കട്ടില്ലായിരുന്നു, ഞാൻ അപ്പം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കസ്റ്റമർ കെയറിൽ പോയാണ് കാര്യം പറഞ്ഞു. അങ്ങനെ പിന്നെ ഓരോ നമുക്ക് കട്ടില്ല നോട്ട്ബുക്ക് ഒക്കെ എടുത്തു തന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ രണ്ടാളും കൂടി ATM പോയി. ഞാൻ കട്ടിട്ടതിന് ശേഷമാണ് സംഭവം ഓഫ്ലൈനിൽ നിന്ന് കാണുന്നത്. പിന്നെ ഇപ്പൊ പറയണ്ടല്ലോ, പുറത്ത് നല്ല മഴയായിരുന്നു. ഇനിയിപ്പോ ഇങ്ങനെ നോക്കി ഇന്ന് വീട്ടിൽ എത്തലുണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങൾ നേരെ വീട്ടിൽ പോകുന്നു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ.